നമസ്കാരം. ഓം 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 കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 37. സീതയെ അപഹരിക്കണമെന്ന് രാവണൻ മാരീചനോട് അഭ്യർത്ഥിക്കുന്നു. രാക്ഷസാധീശ്വരനായ മാരീചൻ ആ ഒരു അഭിപ്രായത്തിന് വിലക്ക് കൽപ്പിക്കുകയാണ്. ഇത് അങ്ങയുടെയും അങ്ങയുടെ രാജ്യത്തിൻ്റെ സർവനാശത്തിനുമാണെന്ന് മാരീചൻ ഓർമ്മിപ്പിക്കുന്നു. രാമൻ സാധാരണക്കാരനൊന്നുമല്ല, രാമൻ ഈശ്വരൻ തന്നെയാണ് എന്ന് രാവണനെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ സീതയെ അപഹരിക്കാൻ പറയുന്നത് അങ്ങയുടെ നാശത്തിന് വേണ്ടി തന്നെയാണ്. രാമൻ കോപിച്ചാൽ അതോടെ രാജ്യത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും തീരുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. രാമൻ പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവനല്ലെന്നും അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി കാട്ടിൽ എത്തിയവനാണെന്നും ഒക്കെ പറഞ്ഞ് രാവണനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് വിഷയമെന്ന് നോക്കാം. ശ്ലോകം 8. നച പിത്രാ പരിത്യക്തോ ന മര്യാദ കഥഞ്ജന ന ലുബ്ധോ നച ദുശ്ശീലോ ന ക്ഷത്രിയപാംസന. രാമൻ പിതൃപരിത്യക്തനല്ല, മര്യാദ കെട്ടവനുമല്ല, ലുബ്ധനുമല്ല, ദുശ്ശീലനുമല്ല, ക്ഷത്രിയാധമനുമല്ല. ശ്ലോകം 9. നജ ധർമ്മഗുണൈർഹീന കൗസല്യാനന്ദവർദ്ധനഃ നജ തീഷ്ണോ ഹി ഭൂതാനാം സർവഭൂതഹിതേ രതഃ. അദ്ദേഹം ധർമ്മഹീനനും ഗുണഹീനനുമല്ല, ആ കൗസല്യാനന്ദവർദ്ധനൻ മുരടനുമല്ല, സമസ്ത പ്രാണികൾക്കും ഹിതം ചെയ്യുന്നതിൽ മനസ്സ് വച്ചവനാണ്. ശ്ലോകം 10. വഞ്ചിതം പിതരം ദൃഷ്ട്വാ കൈകേയ്യാ സത്യവാദിനം കരിഷ്യാമീതി ധർമാത്മാ തതപ്രവ്രജിതോ വനം. കൈകേയി പിതാവിനെ വഞ്ചിച്ചത് കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തെ സത്യവാദിയാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ധർമാത്മാവ് എല്ലാം വെടിഞ്ഞ് വനത്തിലേക്ക് പോന്നവനാണ്. ശ്ലോകം 11. കൈകേയ്യാ പ്രിയകാമാർത്ഥം പിതുർദശരഥസ്യ ച ഹിത്വാ രാജ്യം ച ഭോഗാം ച പ്രവിഷ്ടോ ദണ്ഡകാവനം. കൈകേയിയുടെയും പിതാവായ ദശരഥൻ്റെയും പ്രിയം സാധിപ്പിക്കുന്നതിനായി രാജ്യവും ഭോഗങ്ങളും പരിത്യജിച്ച് ദണ്ഡകാവനത്തിലേക്ക് എത്തിയതാണ്. ശ്ലോകം 12. ന രാമകർഷകസ്താത ന വിദ്വാൻ ന ജിതേന്ദ്രിയ അനിർതം ന ശ്രുതം ചൈവ നൈവത്വം വക്തുമർഹസി. താത, രാമൻ കർക്കശനല്ല, വെറും പിടുത്തക്കാരനല്ല, അവിദ്വാനല്ല, അജിതേന്ദ്രിയനല്ല, മൂഢനല്ല. അസത്യവും തെറ്റായ കേട്ടുകേൾവിയും ഭവാൻ പറയരുത്. ശ്ലോകം 13. രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമഃ രാജാ സർവസ്യ ലോകസ്യ ദേവാനാം ഇവ വാസവ. രാമൻ ധർമ്മം വിഗ്രഹം പൂണ്ടവനാണ്, സൽപുരുഷനാണ്, സത്യവാനാണ്, വീരനാണ്, സമസ്ത ലോകത്തിൻ്റെയും അധിപനാണ്,
ദേവേന്ദ്രൻ ദേവന്മാർക്കെന്ന പോലെ. ശ്ലോകം 14. കഥം നു തസ്യ വൈദേഹിം രക്ഷിതാം സ്വേന തേജസാ ഇച്ഛസേ പ്രസഭം ഹർത്തും പ്രഭാമിവ വിവസ്വതഃ. അദ്ദേഹത്തിൻ്റെ വൈദേഹി സ്വന്തം തേജസ്സുകൊണ്ട് സ്വയം രക്ഷിക്കാൻ കഴിവുള്ളവളാണ്. അവളെ ബലാത്കാരമായി അപഹരിക്കാനാണോ അങ്ങിച്ഛിക്കുന്നത്? സൂര്യനിൽ നിന്നും പ്രകാശത്തെ തട്ടിയെടുക്കാമെന്ന് ഇച്ഛിക്കുന്നത് പോലെ. ശ്ലോകം 15. ശരാർഷിഷമനാധൃഷ്യം ചാപ ഖഡ്ഗേന്ധനം രണേ രാമഗ്നിം സഹസാ ദീപ്തം ന പ്രവേഷ്ടും ത്വമർഹസി. ശരങ്ങളാകുന്ന ജാലങ്ങളും ചാപഖണ്ഡങ്ങളാകുന്ന ഇന്ധനവും ചേർന്ന ദീപ്തമായ രാമാഗ്നിയിൽ ചെന്ന് ചാടുന്നതൊട്ടും നല്ലതിനല്ല. ശ്ലോകം 16. ധനുർവ്യാദിതദീപ്താസ്യം ശരാർഷിഷം അമർഷണം ശാപബാണധരം തീഷ്ണം ശത്രുസേനാപഹാരിണം. 16-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ധനുസ്സാകുന്ന വായ പിളർന്നവനും ശരങ്ങളാകുന്ന ജ്വാലയോടുകൂടിയവനും ശാപബാണധരനും കടുപ്പപ്പെട്ടവനും ശത്രുസേന സംഹർത്താവുമായ രാമനെന്ന അന്തകനെ നേരിടാൻ ഒരിക്കലും തുനിയരുത്. 16 ശ്ലോകങ്ങളാണ്